السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദന്മാർ, മറ്റു ഇവിടെ ഒരുമിച്ച് കൂടിയ മുതഅല്ലിം സുഹൃത്തുക്കളെ, സൂറത്തുൽ ലുഖ്മാനിലെ 12-13 ആയത്തിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഖുർആൻ അത് അല്ലാഹുവിൻ്റെ കലാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല ഏറ്റവും വലിയ മുഅ്ജിസത്തായി ഇറക്കിയതാണ് പരിശുദ്ധ ഖുർആൻ. ചിന്തിക്കുന്നവർക്ക് ആ ഖുർആനിൽ ദൃഷ്ടാന്തമുണ്ട്. അല്ലാഹു തആല സൂറത്തുൽ ലുഖ്മാനിലെ 12-ാമത്തെ ആയത്തിലൂടെ പറയുകയാണ്, വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത. നാം ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഹിക്മത്ത് നൽകി. ആരായിരുന്നു ലുഖ്മാൻ റളിയല്ലാഹു അൻഹു? തുന്നുന്ന ആളായിരുന്നു. അതേപോലെ ആടിനെ മേയിക്കുന്ന ആളായിരുന്നു. ഇങ്ങനെ നിസാരമായ ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന ലുഖ്മാൻ റളിയല്ലാഹു അൻഹു അല്ലാഹു തആല പദവി കൊടുത്തു. അങ്ങനെ അവസാനം ബനൂ ഇസ്രായേലിലെ ഖാദിയായി. ഇതാണ് അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞത്, വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത. ഹിക്മത്തിനെ കുറിച്ച് ഇസ്മായിൽ ഹക്ക് പറഞ്ഞത് നമുക്ക് നോക്കാം. മഹാനായ ഇസ്മായിൽ ഹക്ക് ഹിക്മത്ത് എന്നാൽ എന്താണെന്നത് വിശദീകരിക്കുന്നു. അൽ ഹിക്മത്തു ഇസാബത്തുൽ ഹഖ് ബിൽ ലിസാനി വഇസാബത്തുൽ ഫിക്രി ബിൽ ജിനാനി വഇസാബത്തുൽ അമലി ബിൽ അർക്കാനി. ഹിക്മത്ത് എന്നാൽ അത് നാവ് കൊണ്ട് സത്യം പറയലാണ്. ചിന്ത എപ്പോഴും ശരിയായ ചിന്തയായിരിക്കലാണ്. അതേപോലെ അവന്റെ കർമ്മങ്ങളൊക്കെ ശരിയായ കർമ്മങ്ങളായിരിക്കലാണ്. മഹാനായ ഇസ്മായിൽ ഹക്ക് ഹിക്മത്തിനെ കുറിച്ച് പറയുന്നു, ഒരു മനുഷ്യൻ അവന്റെ നാവ് കൊണ്ട് സത്യം പറയുകയും അവന്റെ ഹൃദയം കൊണ്ട് അവൻ നല്ലത് മാത്രം ചിന്തിക്കുകയും അവന്റെ അമലുകളൊക്കെ നല്ലത് മാത്രം ആവുകയാണ് എന്നുള്ളതാണ് ഹിക്മത്ത് എന്നാൽ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ശേഷം ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, അനിഷ്കുറു ലില്ലാഹ്, അല്ലാഹുവിന് ശുക്ർ ചെയ്യണമെന്ന് അല്ലാഹു തആല പറയുന്നു. ഹിക്മത്ത് തന്നില്ലേ, അല്ലാഹുവിന് ശുക്ർ ചെയ്യണമെന്ന് അല്ലാഹു തആല ശേഷം പറയുന്നു, വമൻ യശ്കുറു ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി. ആരെങ്കിലും ശുക്ർ ചെയ്താൽ അത് അവന്റെ ശരീരത്തിനുള്ളതാണ്. ആരെങ്കിലും ഒരുത്തന് ശുക്ർ ചെയ്താൽ അത് അവനിക്കുള്ളതാണ്. എന്താണ് ശുക്ർ? അല്ലാഹു തആല നമുക്ക് ധാരാളം നിഅമത്തുകൾ നൽകിയിട്ടില്ലേ? അല്ലാഹു തആല നമ്മെ നല്ല രൂപത്തിൽ പടച്ചിട്ടില്ലേ? കാണാൻ 2 കണ്ണ് തന്നിട്ടില്ലേ? കേൾക്കാൻ ചെവി തന്നിട്ടില്ലേ? ഇങ്ങനെയൊക്കെ നിഅമത്ത് ചെയ്ത അല്ലാഹുവിന് നാം ശുക്ർ ചെയ്യണം. അങ്ങനെ ശുക്ർ ചെയ്താൽ അതിന്റെ പ്രതിഫലം അത് നമുക്ക് തന്നെയാണെന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുകയാണ്. എങ്ങനെയാണ് നാം ശുക്ർ ചെയ്യേണ്ടത്? അല്ലാഹു തആല പറഞ്ഞതുപോലെ ഈ ലോകത്ത് ജീവിക്കുകയും അല്ലാഹു തആല നിരോധിച്ച കാര്യങ്ങളെ നാം നിരോധിക്കണം. 5 വക്ത് നിസ്കാരം നാം നിസ്കരിക്കണം. റമളാൻ മാസത്തിൽ നാം നോമ്പ് നോക്കണം. ഇങ്ങനെ അല്ലാഹു തആല പറഞ്ഞ എല്ലാ കാര്യങ്ങളെ ചെയ്തുകൊണ്ട് നാം അല്ലാഹുവിന് ശുക്ർ ചെയ്യണം. അങ്ങനെ നാം അല്ലാഹു തആലാക്ക് ശുക്ർ ചെയ്യുമ്പോൾ അത് നമുക്ക് തന്നെയുള്ളതാണ്. അതിന്റെ പ്രതിഫലമായി അല്ലാഹു തആല നാളെ നമുക്ക് സ്വർഗ്ഗം നൽകുന്നതാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, വമൻ യശ്കുറു ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി. ആരെങ്കിലും ഒരുത്തന് ശുക്ർ ചെയ്താൽ അത് അവന്റെ ശരീരത്തിനുള്ളതാണ്. വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. ഇനി ആരെങ്കിലും ഒരുത്തൻ അല്ലാഹുവിനെ എതിർ പ്രവർത്തിച്ചാൽ നിശ്ചയമായും അല്ലാഹു തആല ഐശ്വര്യവാനാണ്. ആരെങ്കിലും അല്ലാഹു തആലാക്ക് ശുക്ർ ചെയ്യാതെ ഈ ദുനിയാവിൽ അവൻ തോന്നിയതുപോലെ ജീവിച്ചാൽ, അവന്റെ ഇഷ്ടത്തിന് അവൻ നടന്നാൽ, അല്ലാഹു തആല ഖുർആനിലൂടെ പറയുകയാണ്, ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. നിങ്ങളുടെ ശുക്ർ കിട്ടി, നിങ്ങളുടെ ഇബാദത്തുകൾ കിട്ടി, അല്ലാഹു തആലാക്ക് എന്തും വർദ്ധിക്കാനില്ല. അല്ലാഹു തആല ഐശ്വര്യവാനാണ്. അല്ലാഹു തആലാക്ക് നിത്യമായി മലക്കുകൾ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നിത്യമായി തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ശുക്ർ കിട്ടിയത് കൊണ്ട് അല്ലാഹു തആലാക്ക് കൂടാനെന്തുമില്ല. അതിന്റെ പ്രതിഫലം അത് നിങ്ങൾക്ക് തന്നെയാണെന്ന് അല്ലാഹു തആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിക്കുകയാണ്.
ഇനി 13-ാമത്തെ ആയത്ത് നമുക്ക് നോക്കാം. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി, ലുഖ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ മകനോട് പറയുന്നു. വഹുവ യഇലുഹു, ലുഖ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ മകനെ ഉപദേശിക്കുന്നതായ അവസരത്തിൽ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ മകനോട് പറയുന്നു, യാ ബുനയ്യാ, ഓ കുഞ്ഞുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിനെ ശിർക്ക് ചെയ്യരുത്, നീ അല്ലാഹുവിനെ ശിർക്ക് ചെയ്യരുത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഇവിടെ ചിന്തിക്കാനുണ്ട്. ഖുർആനിന്റെ ആ ഭാഷ യാ ബുനയ്യ, ഓ കുഞ്ഞുമോനെ. ഇവിടെ നാം ചിന്തിക്കണം, നാം നമ്മുടെ മക്കളെ എങ്ങനെയാണ് വിളിക്കുന്നത്, നാം നമ്മുടെ മക്കളെ എങ്ങനെയാണ് ഉപദേശിക്കുന്നത്. ഖുർആൻ നമുക്ക് പഠിപ്പിക്കുകയാണ് ഒരുത്തനെ നാം എങ്ങനെയാണ് ഉപദേശിക്കേണ്ടത്, നാം എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ഖുർആൻ ഇതിലൂടെ പഠിപ്പിക്കുകയാണ്. യാ ബുനയ്യ, ഓ കുഞ്ഞുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിനെ ശിർക്ക് വെക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അളീം, നിശ്ചയമായും ശിർക്ക് എന്നുള്ളത് അത് വലിയ പാപമാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്താണ് ഇവിടെ ശിർക്ക് വെക്കരുതെന്ന് പറഞ്ഞാൽ? ശിർക്ക് വെച്ചാൽ അവൻ്റെതെല്ലാം കഴിഞ്ഞു. ഒരുത്തന് ശിർക്ക് വെച്ചാൽ പിന്നെ അവൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അവൻക്ക് ഈമാൻ ഉണ്ടാവുക എന്നതാണ് പ്രധാനം. ശിർക്ക് വെച്ച് അവൻ എന്ത് ചെയ്താലും പിന്നെ ഒരു ഉപകാരവുമില്ല. അതുകൊണ്ടാണ് ആദ്യമായി തന്നെ ഉപദേശത്തിൽ പറഞ്ഞത്, യാ മോനെ, നീ ശിർക്ക് വെക്കരുത്, അത് വലിയ തെറ്റാണെന്ന് ആദ്യത്തെ ഉപദേശത്തിൽ തന്നെ പറഞ്ഞത്. ഇനി ഇങ്ങനെ സൂറത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ പൊന്നാര മോനിക്ക് ധാരാളം ഉപദേശങ്ങൾ നൽകുന്നു. പ്രിയമുള്ളവരെ, ലുഖ്മാൻ സൂറത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഖറഅ സൂറത ലുഖ്മാൻ കാന ലഹു റഫീഖൻ യൗമൽ ഖിയാമത്തി, ആരെങ്കിലും ലുഖ്മാൻ സൂറത്ത് പാരായണം ചെയ്താൽ അവൻ നാളെ സ്വർഗ്ഗത്തിൽ ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരനാകും. നാളെ മഹ്ശറിൽ ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുമാത്രമല്ല, മഹാന്മാർ നമുക്ക് പഠിപ്പിക്കുന്നു, ആരെങ്കിലും ലുഖ്മാൻ സൂറത്ത് ഓതിയാൽ മുങ്ങി മരണം പോലത്തെ മരണങ്ങളിൽ നിന്ന് അവൻക്ക് രക്ഷയുണ്ടാകുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിക്കുകയാണ്. തീർന്നില്ല, മഹാന്മാർ പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും ലുഖ്മാൻ സൂറത്ത് പാരായണം ചെയ്താൽ മാരാരോഗങ്ങളിൽ നിന്ന് അവൻക്ക് ശിഫ ലഭിക്കുകയാണ്. ഇങ്ങനെ ധാരാളം മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ലുഖ്മാൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നാം ഖുർആനിനെ നല്ലവണ്ണം പാരായണം ചെയ്യുകയും അതിന്റെ അർത്ഥങ്ങൾ ചിന്തിച്ചുകൊണ്ട് നാം പാരായണം ചെയ്യണം. അല്ലാഹു തആല പറഞ്ഞിട്ടില്ലേ, ഖുർആനിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. നാം ഖുർആനിനെ ചിന്തിച്ചാൽ തീരുകയില്ല, നാം ചിന്തിക്കുന്നവർ നമുക്ക് ആശയങ്ങൾ കൂടുതലായി കിട്ടും. അതുകൊണ്ട് നാം ഖുർആനിനെ മനസ്സിലാക്കി അതിന്റെ അർത്ഥം ചിന്തിച്ച് അതിന്റെ ആയങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് നാം ഖുർആൻ പാരായണം ചെയ്യുന്നവരാകണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹൈ സോൺ